ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ? പോളിനോമിയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽസിൻ്റെ സീറോസും അതിൻ്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള ആ ഒരു റിലേഷനെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് വരുന്ന ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ zeros and coefficients of a polynomial. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത് ax+b ഇതെന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയലാണ്. സോ ഇതിൻ്റെ സീറോ എന്ന് പറയുന്നത് എന്താണ്? -b/a ആണ്. അതായത് എന്താണ്? മൈനസ് ഓഫ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് അല്ലേ? ഇങ്ങനെയാണ് ലീനിയർ പോളിനോമിയലിൻ്റെ എന്ത് വരുന്നത്? സീറോ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോയും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോയും കോഎഫിഷ്യൻസും തമ്മിലുള്ള ആ ഒരു റിലേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം എന്നുള്ളത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ആ മിഡിൽ ടേമിനെ രണ്ട് ടേംസിൻ്റെ സമ്മായിട്ട് എഴുതും. എന്നിട്ട് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസിൻ്റെയും എന്താണ്? ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണ് p(x) എന്ന് പറയുന്നത് 2x² - 8x + 6. എങ്ങനെയാണ് ഈ ഒരു മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ടേംസിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 12x² ആയിരിക്കണം. ഓക്കെ, ആ രണ്ട് ഇതിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 12x² ആയിരിക്കണം. അതായത് 6 × 2x². ഓക്കെ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനെ എന്താണ് സമ്മ ചെയ്യുമ്പോൾ -8x കിട്ടണം. ഓക്കെ, സമ്മ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -8x കിട്ടണം. അങ്ങനെയുള്ള രണ്ട് ടേംസായിട്ട് നമുക്ക് -8x സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം -8 എങ്ങനെയൊക്കെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ -8x എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ, -8 എന്ന് പറയുമ്പോൾ -6 വരും, -2 വരും. ഇതിൻ്റെ സം എന്ന് പറയുന്നത് -6 - 2 എന്ന് പറയുന്നത് -8 ആണ് അല്ലേ? അതുപോലെ തന്നെ -4 എന്ന് പറയുന്നത് -8 ആണ് അല്ലേ? ഈ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, ഇതിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആദ്യം. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ വരും 8 വരുന്നത്? ഇതിപ്പം എന്താണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടുള്ളത്? ഇതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് -8 ആയിരിക്കണം. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ -4ൻ്റെയും പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം. അതുപോലെ തന്നെ സം എന്ന് പറയുന്നത് -8 കിട്ടണം. അങ്ങനെ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ഉള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്കിന്നെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ഈ -8x സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പം -8 വരുന്ന വേറെ ഏത് കേസുണ്ട്? -3 -5 അല്ലേ? ഇതെന്ന് പറയുന്നതും -8 തന്നെയാണ് അല്ലേ? പക്ഷെ നോക്കിയാണ്
ഇതിപ്പോൾ 5ൻ്റെയും 3ൻ്റെയും പ്രോഡക്റ്റ് നമ്മൾ എടുക്കണം. -5 ഇൻറ്റു -3യുടെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 15 കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് വേണ്ടുള്ളത്? 12 ആണ് വേണ്ടുള്ളത് അല്ലേ? -4ൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? 16 ആണ് വരിക അല്ലേ? അപ്പോൾ അതും പറ്റില്ല. ഇനി -6ൻ്റെയും -2ൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ 12 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് ഈ ഒരു -6ഉം -2ഉം വെച്ച് ഈ ഒരു -8നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് -6 -2 എന്ന് പറയുന്ന സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -8 കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു കോഎഫിഷ്യൻ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12ഉം കിട്ടുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് -6ൻ്റെയും -2ൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. which is equal to 2x square minus 6x minus 2x plus 6 അല്ലേ? ഇനി നമുക്ക് കോമൺ എടുക്കാം. ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? പറഞ്ഞേ. 2x കോമൺ എടുക്കാം അല്ലേ? 2x ഇൻറ്റു ബാലൻസ് എന്തുകൊണ്ട്? x മൈനസ് 3 അല്ലേ? അതുപോലെ ഈ ഒരു ടേമിന് എന്ത് കോമൺ എടുക്കാം? -2 ഇൻറ്റു x മൈനസ് 3 അല്ലേ? ഇത് കോമൺ എടുക്കാം. അപ്പോൾ എന്താ വരിക? പറഞ്ഞേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2x മൈനസ് 2 2x minus 2 into x minus 3 ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? which is equal to ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ ഈ ഒരു 2നെ നമുക്ക് കോമൺ എടുക്കാം. 2 into x minus 1 into x minus 3 അല്ലേ? അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? P of x is equal to 2x square minus 8x plus 6 ഇതല്ലേ നമ്മളെ പോളിനോമിയൽ. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? x മൈനസ് 1ഉം x മൈനസ് 3യും ആണെന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവുന്നത് എപ്പോഴൊക്കെ ആയിരിക്കാം? x മൈനസ് 1ഉം x മൈനസ് 3യും 0 ആകുമ്പോൾ ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആവും. അതായത് നമ്മൾ 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6നെയാണ് ഫാക്ടറൈസ് ചെയ്ത് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഒരിക്കലും 0 ആവില്ല. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പം വേരിയബിൾ വന്നേക്കുന്നത് ഈ ഒരു എക്സ് മൈനസ് 1ലും എക്സ് മൈനസ് 3യിലുമാണ്. സോ ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 3യും 0 ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പോളിനോമിയൽ 0 ആവത്തുള്ളൂ. സോ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 1 വരണം, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 3 വരണം. സോ പോളിനോമിയൽസിൻ്റെ 0 എന്താണ്? ഈ ഒരു കേസിൽ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു 1ഉം എച്ച് ഈസ് ഈക്വൽ ടു 3യും ആണ്. ഓക്കെ, എങ്ങനെയാണ് 0 കണ്ടുപിടിച്ചത്? നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അതിനുശേഷം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യുക, പിന്നെ ആ ഒരു ടേമിനെ എന്താണ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ നമുക്ക് സീറോസ് കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു 1 ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ, ഈ ഒരു പോളിനോമിയലിൻ്റെ കേസിലാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു 1ഉം എച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറും ഈ ഒരു പോളിനോമിയൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് നോക്കാം. സം ഓഫ്
ഇറ്റ്സ് സീറോസ്. സീറോസിൻ്റെ സം ഒന്ന് കണ്ടുപിടിച്ച്. ഏതൊക്കെയാണ് സീറോസ്? 1ഉം 3. സോ 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. സോ ഈ സീറോസിൻ്റെ സമ്മ് എങ്ങനെയാണ് നമ്മളെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു 4 എങ്ങനെയാണ് കോഎഫിഷ്യൻറ്റുമായിട്ട് നമ്മുടെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കിക്കേ. -8 / 2 ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ -4 അല്ലേ? -4 അല്ല, സോറി, 4 എന്ന് പറയുന്നത്. 4നെ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? ഈ മൈനസും ക്യാൻസലായി പോകും. സോ 8/2 എന്ന് പറയുന്നത് 4 തന്നെയാണ് കിട്ടുക. ഇവിടെ നോക്കിക്കേ, ഈ -8 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോളിനോമിയലിൽ -8 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x². സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോഎഫിഷ്യൻ്റ് ഓഫ് x². സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറോസിൻ്റെ സം എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? - കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സീറോസിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് എക്സ് സീറോസ്. സോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 × 3 = 3 അല്ലേ? ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, 6/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? 6 എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേമാണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസിൻ്റെ പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻസ് വെച്ചിട്ട് പോളിനോമിയൽസിൻ്റെ ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അത് റീറൈറ്റ് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആയിരിക്കും. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -കോഎഫിഷ്യൻ്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പോളിനോമിയലും കൂടി എടുക്കാം. നമുക്ക് ഒന്നുകൂടി എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, p of x = 3x² പ്ലസ് ഇതുപോലെ സമ്മും പ്രോഡക്റ്റും കണ്ടുപിടിക്കാനാണ്. 3x² പ്ലസ് 5x - 2. ഓക്കെ, പോളിനോമിയലാണ്. ഓക്കെ, അപ്പം നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സമ്മ് ചെയ്യുമ്പോൾ 5x കിട്ടണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ സമ്മ് എന്ന് പറയുന്നത് 5x കിട്ടണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ കിട്ടേണ്ടത്? 3 × 2 = 6. അപ്പോൾ -6x² എന്ന് കിട്ടണം. അപ്പം ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എടുക്കാം ഇതിന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 2ഉം 3ഉം എടുത്ത് നോക്കാം അല്ലേ? 2ഉം 3ഉം എടുത്ത് നോക്കാം. 2ഉം 3ൻ്റെയും സം എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6ഉം കിട്ടും. പിന്നെ നമുക്ക് നോക്കേണ്ടത് സൈനിൻ്റെ കാര്യമാണ്. -6 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം പറയും? ഓക്കെ, ഇത് പോസിബിൾ ആകുമോ? -2ഉം -3ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -5x ആയിപ്പോൾ. സോ 2ഉം 3ഉം 6ഉം ഇനി
-3 + 2 ചെയ്താലോ? അപ്പോൾ -1 ആയിപ്പോവും അല്ലേ? അപ്പോൾ 2ഉം 3ഉം വരുമോ? 2ഉം 3ഉം വരില്ല. ഓക്കെ, പിന്നെ വേറെ ഏത് വരാൻ പറ്റും പറഞ്ഞു? 6 പ്രോഡക്റ്റ് ആയിട്ട് വരണം. സമ്മ് ആ രണ്ട് നമ്പേഴ്സ് സം ചെയ്യുമ്പോൾ 5ഉം വരണം. അങ്ങനെയുള്ള നമ്പേഴ്സാണ് നോക്കേണ്ടത്. 2ഉം 3ഉം നോക്കി, പിന്നെ 6 വരുന്നത് 6ഉം 1ഉം നോക്കാം. ഓക്കെ, 6ഉം 1ഉം നോക്കാം. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 6 × 1 -6 വരണം. ഓക്കെ, പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് -1 കൊടുക്കാം. ഓക്കെ, ഇനി സം ചെയ്യുമ്പോൾ എന്താ വരിക? 6 + -1 = 5. ഓക്കെ, ഇവിടെ -6 വന്നു, ഇവിടെ 5 വന്നു. സോ നമ്മളുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6ഉം 1ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 3x² -6x plus 6x - x -2. ഓക്കെ, ഇനി ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 3 കോമൺ എടുക്കാം അല്ലേ? 3x × x - 3 2 minus 1 into x plus 2 അല്ലേ? x plus 2 ഇങ്ങനെ വരും അല്ലേ? ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x - 1 into x plus 2 എന്ന് എഴുതിക്കൂടെ? സോ യെസ്, അപ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേംസും, ഈ രണ്ട് 3x - 1ഉം x plus 2ഉം ഏതെങ്കിലും ഒന്ന് 0 ആവണം. സോ 3x - 1 = 0 or x plus 2 = 0 ആയാൽ ആ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആണ്. സോ എക്സിൻ്റെ വാല്യൂ എങ്ങനെ പറയാം? 1/3 അല്ലെങ്കിൽ x = -2. അപ്പോൾ ഇത് രണ്ടുമാണ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ സം കണ്ടുപിടിക്കാം. സം ഓഫ് its zeros. സം എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഇറ്റ്സ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1/3 + 2 അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 1 + 6/3, അതായത് 7/3 എന്ന് വരും അല്ലേ? അല്ലേ, പറയൂ. 0 എന്ന് പറയുന്നത് -2 അല്ലേ? ഇവിടെ -2, അപ്പോൾ -6 ആണ്. സോ -5/3 എന്ന് വരും. -5/3 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പറയൂ. ഓക്കെ, നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു? 3x² + 5x - 2 ആയിരുന്നു നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ അതിനെങ്ങനെ എഴുതാം? കോഎഫിഷ്യൻ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് x അല്ലേ? ഡിവൈഡഡ് ബൈ 3 എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x². ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ പ്രോഡക്റ്റ്, സീറോസിൻ്റെ പ്രോഡക്റ്റ് കണ്ടു നോക്കാം. ഇത് രണ്ടും ചെയ്തിട്ട് നമുക്ക് ഇനി ഒന്ന് ജനറലൈസ് ചെയ്യണം. പ്രോഡക്റ്റ് ഓഫ്
its zeros. അതായത് ജനറൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ സീറോസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ജനറലൈസ് ചെയ്ത് ഈ ഒരു എന്താണ് റിലേഷൻ പറയും. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു -2 അല്ലേ, അതായത് -2/3 എന്ന് വരും. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു നോക്കിക്കേ, ഇതെന്ന് പറയുന്ന എന്താണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് -2 ആണ്. സോ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x². അപ്പോൾ രണ്ട് പോളിനോമിയൽ എടുത്തപ്പോഴും നമുക്ക് എന്താണ് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസുമായിട്ട് സം ഓഫ് സീറോസിനെ പ്രോഡക്റ്റ് ഓഫ് സീറോസിനെ നമുക്ക് എന്താണ് ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ജനറലൈസ് ചെയ്തിട്ട് ഒന്ന് പറയാം. ഇപ്പോൾ ഇൻ ജനറൽ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സീറോസ് ആണ് ഓഫ് പോളിനോമിയൽ x² പ്ലസ് bx പ്ലസ് c. P of x is equal to x² plus bx. bx plus c. ഓക്കെ, അപ്പോൾ ആൽഫയും ബീറ്റയാണ് സീറോസ് എന്ന് പറയുന്നത് x² പ്ലസ് bx പ്ലസ് സിയുടെ സീറോസ് എന്ന് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആ ഒരു പോളിനോമിയലിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും ഫാക്ടറൈസ് ചെയ്ത്? h² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്, k ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. x² മൈനസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ എക്സ് പ്ലസ് ആൽഫ ബീറ്റ അല്ലേ. സോ ഇനി കെയും കൂടി അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. k² മൈനസ് k ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്, ഇങ്ങനെ ഇത് കൂടെ ഇതിന് ഓക്കെ പ്ലസ് k ആൽഫ ബീറ്റ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോഎഫിഷ്യൻ്റ്, അതായത് ഈ LHSഉം RHSഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടുത്തെ എക്സ്പാൻഡ് കോഎഫിഷ്യൻറ്റും ഇവിടുത്തെ എക്സ്പാൻഡ് കോഎഫിഷ്യൻറ്റും ഇവിടുത്തെ എക്സ്പാൻഡ് കോഎഫിഷ്യൻറ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, കോൺസ്റ്റൻറ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, so comparing the coefficients of x², x and constant term on both sides. എന്താ നമുക്ക് കിട്ടുക? പറയും a is equal to k എന്ന് എഴുതാൻ പറ്റും അല്ലേ. a is equal to k എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ b എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. b എന്ന് പറയുന്നത് മൈനസ് ഓഫ് k ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ c എന്ന് പറയുന്നത് എന്താ എഴുതാൻ പറ്റും? c is equal to k ഇൻറ്റു ആൽഫ ബീറ്റ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, then ഇവിടെ this gives, ഇനി നമുക്ക് സീറോസിൻ്റെ സമ കണ്ടുപിടിച്ച് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ, നമ്മുടെ സീറോസ് ആൽഫയും ബീറ്റയും ആയിരുന്നു. സോ അതിൻ്റെ സമ്മാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് എഴുതിക്കൂടെ.
നോക്കിക്കേ. എങ്ങനെയാണ് എഴുതുക? നമ്മൾ എന്താണ് എ ഈസ് ഈക്വൽ ടു കെ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ബി ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു കെ എന്നുള്ളത് ബി ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് ഉള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവുന്ന ബി ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നാവും. ഓക്കെ, ഇതിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ആൽഫ പ്ലസ് ബീറ്റ ബി ബൈ മൈനസ് എ അല്ലെങ്കിൽ മൈനസ് ഓഫ് ബി ബൈ എ എന്ന് എഴുതാം അല്ലേ? അതുപോലെ തന്നെ പ്രോഡക്റ്റ് ചെയ്തത് എങ്ങനെയാണ്? ഓക്കെ, ഈ സിയും എയും ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, കേരവിടെ ഈ കേരവിടെ എ ഇട്ട് കൊടുക്കുക. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് മാറുക? എ ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് വരും. സോ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തെന്ന് വരും? സി ബൈ എ എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി ബൈ എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ പോളിനോമിയൽ എന്തായിരുന്നു? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിരുന്നു. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? കോൺസ്റ്റന്റ് ആണ് divided by coefficient of x square എന്ന് കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഒരു പോളിനോമിയലിന്റെ ജനറലൈസേഷൻ വെച്ചിട്ട് ആ ഒരു സീറോസിന്റെ സമ്മും കോഎഫിഷ്യന്റ് ആ ഒരു പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചെയ്യാം. പോളിനോമിയൽ തരിക, അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക, സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു റിലേഷൻ വെച്ചിട്ട് വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. Find the zeros of the polynomial p of x is equal to x square plus 7x plus 10. എന്താണ്? സീറോസ് കണ്ടുപിടിക്കുക. സീറോസ് കണ്ടുപിടിക്കുക and verify the relation between zeros and coefficients. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്പ്ലിറ്റ് ചെയ്യുമല്ലേ? പ്ലസ് 7x പ്ലസ് 10 സം ചെയ്യുമ്പോൾ 7 വരണം, പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണുള്ളത്. സോ 10 into 1 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 10 വരണം. സോ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സാണ് നോക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു 7x നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് പറയാമോ? ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? 5 2 നോക്കാം. 5 plus 2 എന്ന് പറയുന്നത് 7 ആണ്. 5 2 7 എന്ന് പറയുന്നത് 10 ആണ്. സോ 5 2 പറ്റും അല്ലേ? അത് വെച്ച് ഈ ഒരു 7x നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 2x പ്ലസ് 10 ഇങ്ങനെ എഴുതാം അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം?
പറയും. യെസ്, എച്ച് ഇൻറ്റു എച്ച് പ്ലസ് 5 എന്ന് പറയുന്നത് എച്ച് കോമൺ എടുക്കാം. എച്ച് ഇൻറ്റു എച്ച് പ്ലസ് 5 പ്ലസ് 2 ഇൻറ്റു എച്ച് പ്ലസ് 5. സോ എച്ച് പ്ലസ് 2 ഇൻറ്റു എച്ച് പ്ലസ് 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവണമെന്നുണ്ടെങ്കിൽ എച്ച് പ്ലസ് 2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം, 0 ആവണം. അല്ലെങ്കിൽ എച്ച് പ്ലസ് 5 എന്ന് പറയുന്നത് 0 ആവണം. അതായത് എച്ച് ഇസ് ഈക്വൽ ടു -2 ഓർ എച്ച് ഇസ് ഈക്വൽ ടു -5. അപ്പം ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എന്തൊക്കെയാണ്? സീറോസ് എന്ന് പറയുന്നത് -2ഉം -5ഉം ആണ് സീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വെരിഫൈ ചെയ്യണം അല്ലേ? വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് എന്താ വരിക? സം ഓഫ് സീറോസ് -2 -5, അതായത് -7 വരും അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? -7/1 എഴുതാം അല്ലേ? -7 -7/1 എഴുതാം. അതായത് ഇത് നമുക്ക് എന്ത് കിട്ടി? നമ്മളെ പോളിനോമിയൽ എന്തായിരുന്നു? x² പ്ലസ് 7x പ്ലസ് 10 എന്നായിരുന്നു. സോ minus of coefficient of x divided by coefficient of x² എന്ന് കിട്ടി അല്ലേ? കിട്ടിയില്ലേ? coefficient of x divided by coefficient of x². ഇനി product of zeros കണ്ടുപിടിക്കാം. product of zeros -2 into -5 which is equal to 10 അല്ലേ? 10 എങ്ങനെ നമുക്ക് എഴുതാം? 10/1 എഴുതാം. സോ എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് കിട്ടി. സോ നമ്മൾ ആ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. കോഎഫിഷ്യന്റ് ഓഫ് x². Okay, so hence verified. സോ മനസ്സിലായല്ലോ റിലേഷൻഷിപ്പും സീറോസും പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിൽ മനസ്സിലായല്ലോ. ഇനി ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ.